ഈ ലോകത്ത് ബാക്കിയാക്കാവുന്ന ഏറ്റവും നല്ല ഓർമ്മ മനുഷ്യരുടെ മനസ്സിൽ നമ്മൾ കാരുണ്യമുള്ള ഒരാളായി മാറുക എന്നുള്ളതാണ്. ഈ രാജ്യം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ കൈൻഡ് ഓഫ് അവൈലബിലിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകം മനസ്സിലാക്കുന്നത് ആ നഴ്സ് 2800 കുഞ്ഞുങ്ങളെ ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ബോഡിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയതിനെ കൊടുത്തതിന് ശേഷമാണ് അടുത്തൊരു ഡൈസെക്ഷൻ പാർട്ട് കടാവറിലോട്ട് അവരെ കൊണ്ടുപോകുന്നത്. മണി ഓറിയൻറ്റഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങളിവിടെ ഒരിക്കലും സൃഷ്ടിക്കുന്നില്ല. ഏതോ ഈ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്. അവിടേക്ക് ഇടയ്ക്ക് ഡോക്ടർമാരെ വിളിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടർമാർ വരുന്ന സമയത്തെല്ലാം ആ ഡോക്ടർമാരുടെ കൂടെ ഒരേ നേഴ്സായിരുന്നു വന്നിരുന്നത്. കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകം മനസ്സിലാക്കുന്നത് ആ നേഴ്സ് 2800 കുഞ്ഞുങ്ങളെ ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അവരോട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു കാര്യമാണല്ലോ, എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടിയെന്ന്. അപ്പോൾ അവർ പറയണത് അവരുടെ അച്ഛൻ ഡോക്ടറായിരുന്നു. അവിടെ ഒരു പകർച്ചപ്പനി വന്നു. എല്ലാ ഡോക്ടർമാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോഴും ഈ അച്ഛൻ മാത്രം എവിടെയും പോയില്ല. ഓരോ വീടുകളിലും കയറിയിട്ട് രോഗികളെ പരിശോധിച്ച് പല ആളുകളെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താണ്. പക്ഷെ അതിനിടയ്ക്ക് ആ നല്ല മനുഷ്യന് രോഗം പിടിച്ച് അയാൾ മരിച്ചുപോയി. മരിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് അദ്ദേഹം മകളെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു, ഒരാളിങ്ങനെ മുങ്ങുന്നത് കണ്ടാൽ, അയാൾ മരിക്കുമെന്ന് നമുക്ക് തോന്നിയാൽ, മോളെ നിനക്ക് നീന്തൽ അറിയോ ഇല്ലേ എന്ന് നോക്കരുത്, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാടിയിരിക്കണം. കാരണം നമുക്ക് ഒരു ഡോക്ടർ എന്ന നിലക്കാണെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലക്കാണെങ്കിലും ഈ ലോകത്ത് ബാക്കിയാക്കാവുന്ന ഏറ്റവും നല്ല ഓർമ്മ മനുഷ്യരുടെ മനസ്സിൽ നമ്മൾ കാരുണ്യമുള്ള ഒരാളായി മാറുക എന്നുള്ളതാണ്. അയേന സെല്ലർ എന്നായിരുന്നു ആ മിടുക്കിയുടെ പേര്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അയാൾ പെരുമാറുന്നത്, ഇടപെടുന്നത് മനുഷ്യൻ്റെ ശരീരമായിട്ടാണ്, മനുഷ്യൻ്റെ ജീവനുമായിട്ടാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ അങ്ങേയറ്റത്തെ എത്തിക്സ്, മനുഷ്യത്വം, മനുഷ്യപ്പറ്റ് ഇല്ലെങ്കിൽ അത് ഒരു വലിയ സൊസൈറ്റിയെയാണ് ബാധിക്കുക, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതും അടക്കമുള്ള നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് MBBS പഠനം പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള ഒരു എഡ്യൂക്കേഷനാണോ കൊടുക്കാൻ കഴിയുന്നത്? ആ ചോദ്യത്തിന് വളരെ ഒരു വലിയ അർത്ഥതലങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ. ഇപ്പോൾ ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ രാജ്യം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ കൈൻഡ് ഓഫ് അവൈലബിലിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും കഡാവേഴ്സിൻ്റെ അവൈലബിലിറ്റി ആയാലും ഈവൻ ഡൈസെക്ഷൻ പോലും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് വിർച്വലി 360 വ്യൂവിൽ, നമ്മൾ ഇന്നലെ ആ ബോർഡിൽ കണ്ട സാധനം 360 വ്യൂവിൽ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ബോഡിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയതിനെ കൊടുത്തതിന് ശേഷമാണ് അടുത്തൊരു ഡൈസെക്ഷൻ പാർട്ട് കടാവറിലോട്ട് അവരെ കൊണ്ടുപോകുന്നത്. അതൊന്ന്. പിന്നെ നമ്മൾ കണ്ട അനാട്ടമി ബ്ലോക്കുകളിലും ബാക്കിയുള്ള ബ്ലോക്കുകളിലും കണ്ട പോലെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, ഓരോ രാജ്യത്തും കുട്ടികൾക്ക് നൽകുന്നതിന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നേടിയിട്ട് വേണം പോകാൻ. ഓരോ രാജ്യത്ത് ചെന്നാൽ അവിടെയുള്ള ഓരോ ചെറിയ ഇവിടെയാണ് ഈ രാജ്യത്തിനാണെങ്കിലും പല രാജ്യങ്ങൾക്കും അതിൻ്റേതായ ചെറിയ പോരായ്മകൾ. ഈവൻ നമ്മുടെ സ്വന്തം കേരളത്തിൽ കേരളം അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ചെറിയൊരു എല്ലാ കോളേജുകൾക്കും, നമ്മൾ മെഡിക്കൽ കോളേജുകൾക്ക് എന്നല്ല പറയുന്നത്, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലും ബാക്കി കാര്യങ്ങൾക്കും എല്ലാത്തിലും കുറേശ്ശെ ഡിഫിക്കൽട്ടീസ് ഇല്ലേ. സോ ഇതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. 100% എല്ലാ രാജ്യവും അവരുടെ എഡ്യൂക്കേഷൻ നന്നായി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടെടുത്തുള്ളത്. ഞാൻ അത്രയും കോളേജസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആ പരിമിതമായ റിസോഴ്സുകളിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തിന് നൽകാൻ പറ്റുന്ന എല്ലാ ക്വാളിറ്റികളും ആ രാജ്യം നൽകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ ഏറ്റവും നന്നായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയിൽ ഒരു ഡോക്ടർ പഠിച്ചിറങ്ങുന്ന ആൾക്ക്, ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിൽ നമ്മുടെ തിയറി പാർട്ട് കഴിഞ്ഞ് അവരെ നമ്മൾ കൈപുണ്യം അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ടാൽ മതി, അയാളെ അപ്രോച്ച് ചെയ്താൽ തന്നെ നമ്മുടെ അസുഖത്തിൻ്റെ പകുതി കുറഞ്ഞു എന്നൊക്കെ പറയൂലേ. ഇതിലേക്ക് ആ ഡോക്ടർ എത്തുന്നത് അവൻ്റെ പ്രാക്ടിക്സ് നോളജ് കൊണ്ടാണ്.
പ്രാക്ടിക്കൽ നോളജ് ആൻഡ് പ്രാക്ടീസിലൂടെയാണ് അവൻ എത്തുന്നത്. ഓരോ പേഷ്യൻസിനായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ അവനെ മോഡ് ചെയ്യാണ്. അവൻ അതിനെ പിന്നീട് അവനങ്ങനെ ആ മോഡിന് ശേഷമാണ് അവൻ പിന്നെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറായിട്ട് മാറുന്നത്. പോപ്പുലേഷൻ ഹൈ ആയിട്ടുള്ള ഇന്ത്യയിൽ നല്ല വൃത്തിയിൽ എന്ത് കിട്ടും? പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കും, പ്രാക്ടീസും കിട്ടും. കാരണം എന്താണ്, നമുക്ക് സീനിയർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഈവൻ അവിടെ നമുക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, നാട്ടിൽ പോയി നമുക്ക് ഇൻറ്റേൺഷിപ്പിന് നിൽക്കാം, പക്ഷേ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇൻറ്റേൺഷിപ്പ്. അതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു സീനിയർ ഇൻറ്റേൺഷിപ്പിന് നിൽക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ അത്യാവശ്യം പേഷ്യൻ്റ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റൽസാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെയും അത്യാവശ്യം പേഷ്യൻ്റ് ഫ്ലോ ഉണ്ട്. ഉസ്ബെക്ക് നല്ല പേഷ്യൻ്റ് ഫ്ലോ, പോപ്പുലേഷൻ കൂടിയ കൺട്രിയാണ്. പോപ്പുലേഷൻ കുറഞ്ഞ കൺട്രീസിലേക്ക് ഈ പേഷ്യൻ്റ് ഫ്ലോൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള ആ ടൈം നമ്മുടെ നാട്ടിൽ ഒബ്സർവേഷൻഷിപ്പിന് ലീവിന് വരുന്ന സമയത്ത് ഒബ്സർവേഷൻഷിപ്പിന് അതിനെ ടാക്കിൾ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി കുട്ടികൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പഠനം മുന്നോട്ടുണ്ടാകും. എല്ലാ രാജ്യങ്ങളും അതാണ് ഞാൻ പറയുന്നത്, എല്ലാ രാജ്യങ്ങളും അവരുടെ പരിമിതമായ അവരുടേതായിട്ടുള്ള കുറച്ച് കുറവുകൾ എല്ലാ രാജ്യത്തിനുണ്ടാവില്ല. അതിൽ നിന്നുകൊണ്ട് അവർ 100% വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ രാജ്യത്തിലും പോയി കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഡോക്ടർക്ക് പവറാണല്ലോ അല്ലേ? ഡോക്ടർ പറയുന്നൊരു കാര്യം രോഗി അങ്ങനെ എടുക്കുക. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കരുത് എന്നുള്ള, അല്ലെങ്കിൽ ഇന്ന കാര്യം കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിന് കൊടുക്കുന്നൊരു വാല്യൂ ഭയങ്കര. മറ്റൊരു കാര്യം, ആളുകൾ വില പേശില്ല അല്ലേ? വില പേശാത്ത ഒരേ ഒരു കാര്യം, ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ നമ്മളവിടെ വില പേശുന്നില്ല. കാരണം നമ്മുടെ ജീവനാണ്, ജീവന് വേണ്ടിയിട്ടുള്ള. തീർച്ചയായിട്ടും. അപ്പം അത്രയും ആളുകൾ വിശ്വസിക്കുന്നൊരു ഡോക്ടർ പറയുന്ന കാര്യത്തെ ഒക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നതിലൂടെ വരുന്ന ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഓരോ മനുഷ്യനെയും നമ്മൾ എത്രത്തോളം നന്മയോടെ കാണാൻ സാധിക്കുന്നുവോ, അല്ലെങ്കിൽ എത്രത്തോളം ആ എത്തിക്സ്, ഡോക്ടറിന് എത്തിക്സ് കീപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഓരോ കുട്ടികൾക്കും അത് മനസ്സിലാവും. അവരുടെ പഠനത്തിലൂടെ അവർ മനസ്സിലാക്കുന്നത് അതും കൂടെയാണ്. വെറുതെ ഇവിടെ പഠിച്ചിറങ്ങി ഒരു എന്താ പറയുക മണി ഓറിയൻറ്റഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങളിവിടെ ഒരിക്കലും സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾ അതിനൊരു ഞാൻ 100% എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് ഓരോ മനുഷ്യനെയും വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നലെ ഒരു കുട്ടീനെ പരിചയപ്പെട്ടവൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിവിടെ എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ഇല്ലാത്തതൊന്നും ഇല്ല, പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് കൂടെ ഞങ്ങൾ ഇടണം, എന്നാലേ ഞങ്ങൾ ഇത് പഠിച്ചിറങ്ങി വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഡോക്ടർ ആകുള്ളൂ എന്ന് ആ പയ്യൻ പറഞ്ഞു. സോ അത്രയേ ഉള്ളൂ. അതായത് ഓരോ മക്കളും അവരുടേതായ ഒരു എഫേർട്ട് ഇതിലോട്ട് ഇടുകയാണെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ഞങ്ങളിവിടെ ഒരുക്കി വയ്ക്കുന്നുണ്ട്. അതിലൂടെ അവർ നല്ലൊരു ഡോക്ടറായി തന്നെ പഠിച്ചിറങ്ങുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ആ രീതിയിലുള്ളൊരു ക്വാളിറ്റി എഡ്യൂക്കേഷന് നമ്മുടെ ഇവിടെയുള്ള മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. അതായത് ഓരോ രാജ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പോയി അവിടെ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് നമ്മളത് കണ്ടു. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അത് തുടങ്ങിയ വർഷം നമ്മൾ അവിടെ ഉണ്ട്. ആ അനാട്ടമി ബ്ലോക്കിലോട്ട് തന്നെ കുട്ടികൾക്ക് അതിൽ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഈ കടാവർ ബോഡിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് വരാൻ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻസ് വരാൻ, അവരുടെ അനാട്ടമിക്കൽ സബ്ജക്റ്റുകൾ കൂടുതൽ മനസ്സിലാക്കാൻ അവിടെ ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോലെ അല്ലേ, അതിനെ വളരെ ഈസി ആയിട്ടൊന്നും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മക്കൾ അതിൽ എന്നും അവിടെ പ്രസൻ്റായി അത് പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇൻപുട്ട് ഇടുന്നതാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെ വ്യത്യാസത ഉണ്ട് കേട്ടോ. നമ്മളൊരു കൺട്രി എന്നല്ല, പല രാജ്യങ്ങൾക്കും പല രീതിക്കുള്ള സാധനങ്ങളാണ്. പക്ഷേ ഞാൻ കണ്ട ഒരുവിധം രാജ്യങ്ങളിലെല്ലാം എഡ്യൂക്കേഷൻ ക്വാളിറ്റി അവിടുത്തെ ഗവൺമെൻറ് കോളേജുകൾ നല്ലപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. കുട്ടികളുടെ എഫേർട്ട് അവരിടുന്നതിനനുസരിച്ച് നല്ല വൃത്തിക്ക് ഈ എഡ്യൂക്കേഷൻ മികച്ചൊരു ഡോക്ടറായിട്ട് പുറത്ത് വരാൻ പറ്റും. ഇല്ലെങ്കിൽ അറിവുള്ളൊരു ഡോക്ടർ മാത്രമായിരിക്കും. അതെ അല്ലേ? ക്വാളിറ്റി ഉള്ളൊരു ഡോക്ടർ ആവണമെങ്കിൽ ആ കുട്ടികൾ അവരുടെ അതനുസരിച്ചുള്ളൊരു